Hi students, today started Unit 12 Communalism, Sociology of Second, Block 3 Unit 12 Communalism. 12ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കമ്മ്യൂണലിസം ആണ് നമ്മൾ ഇനി ഡിസ്കഷൻ നടത്താൻ പോകുന്നത്. സോഷ്യോളജി ഓഫ് ഇന്ത്യ സെക്കൻഡ് ബ്ലോക്ക് 3. അപ്പൊ എന്താണ് ഈ ഒരു ചാപ്റ്ററിലൂടെ കമ്മ്യൂണലിസം എന്ന ഈ ഒരു ചാപ്റ്ററിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. വളരെ ചെറിയ ചാപ്റ്റർ ആണ്. അതിൽ നമുക്ക് ആദ്യം ഫണ്ടമെന്റലിസവും അതേപോലെ തന്നെ കമ്മ്യൂണലിസവും എന്താ എന്ന് വ്യക്തമാക്കാം. അപ്പോ ഫണ്ടമെന്റലിസവും അതേപോലെ കമ്മ്യൂണലിസവും എന്താ എന്ന് നോക്കാം. ഫണ്ടമെന്റലിസം എന്ന് പറയുമ്പോൾ അതായത് മൗലികവാദം എന്ന് പറയും. ബിലീഫ് ഇൻ ദ അബ്സല്യൂട്ട് ട്രൂത്ത് ഓഫ് റിലീജിയസ് സ്ക്രിപ്റ്റേഴ്സ്, അതായത് മതഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? ബൈബിൾ, ഗീത, ഖുറാൻ തുടങ്ങിയവയെ ഈ മൂന്നെണ്ണം പൂർണ്ണമായും സത്യമാണ് എന്ന് വിശ്വസിക്കുന്നതാണ് എന്ത് ഫണ്ടമെന്റലിസം എന്ന് പറയുന്നത്. ബിലീഫ് ഇൻ ദ അബ്സല്യൂട്ട് ട്രൂത്ത് ഓഫ് റിലീജിയസ് സ്ക്രിപ്റ്റേഴ്സ്, മതപരമായിട്ടുള്ള ഗ്രന്ഥങ്ങളായ ഈ മതഗ്രന്ഥങ്ങൾ ഏതൊക്കെ മതഗ്രന്ഥങ്ങളാ? ബൈബിൾ, ഗീത, ഖുറാൻ. ബൈബിളും ഗീതയും ഖുറാനും സത്യമാണ്, ഈ റിലീജിയസ് സ്ക്രിപ്റ്റേഴ്സ് സത്യമാണ് എന്ന് വിശ്വസിക്കുന്നതാണ് എന്ത് ഫണ്ടമെന്റലിസം. സ്ക്രിപ്റ്റേഴ്സ് ആർ accepted as literal historical record. അതേപോലെ തന്നെ മതഗ്രന്ഥങ്ങളെ ചരിത്ര സത്യമായി അക്ഷരാർത്ഥത്തിൽ സ്വീകരിക്കുന്നു. സ്ക്രിപ്റ്റേഴ്സ് ആർ ആക്സെപ്റ്റഡ്, സ്ക്രിപ്റ്റേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ലിറ്ററൽ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്, ലിറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് മതഗ്രന്ഥങ്ങളെ ചരിത്രപരമായിട്ട് അക്ഷരാർത്ഥത്തില് എന്ത് ചെയ്യുന്നു? റെക്കോർഡായി സ്വീകരിക്കുക. റെക്കോർഡായി അതിന്റെ മതഗ്രന്ഥങ്ങളുടെ ഓരോ കാര്യങ്ങളും ചരിത്രപരമായിട്ട് റെക്കോർഡ്സായി സൂക്ഷിക്കുന്നുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. സ്ക്രിപ്റ്റേഴ്സ് ആർ അക്സെപ്റ്റഡ് ആസ് ലിറ്ററൽ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്. ആൻഡ് ദെൻ ഫോളോവേഴ്സ് മേ ടേക്ക് മിലിറ്റന്റ് സ്റ്റാൻഡ് ടു പ്രൊട്ടക്ട് ദിയർ ഫെയ്ത്ത്. വിശ്വാസത്തെ സംരക്ഷിക്കാൻ കഠിനമായ നിലപാടുകൾ എടുക്കാം. ഫോളോവേഴ്സ് മേ ടേക്ക് മിലിറ്റന്റ് സ്റ്റാൻഡ് ടു പ്രൊട്ടക്ട് ദിയർ ഫെയ്ത്ത്. വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാം? അതിനു വേണ്ട തീരുമാനങ്ങൾ എടുക്കാം എന്നാണ് പറയുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, sometimes demand a separate homeland for the community. ചിലപ്പോൾ സ്വന്തം സമൂഹത്തിന്, സ്വന്തം കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? മാതൃഭൂമി ആവശ്യപ്പെടാം. And then next point, society or government may try to suppress fundamentalists if they act outside the law. അതേപോലെ തന്നെ നിയമത്തിന് പുറത്തായി പ്രവർത്തിക്കുമ്പോൾ സമൂഹവും സർക്കാരും അവരെ തടയാൻ ശ്രമിക്കും. Society or government may try to suppress fundamentalists if they act outside the law. നിയമത്തിന് പുറത്തായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഒരു സമൂഹവും സർക്കാരും എന്ത് ചെയ്യുന്ന പറയുന്നത് തടയാൻ ശ്രമിക്കുന്നു. And then next point, it is an organized movement aiming to promote social goal based on religion. മതത്തെ അടിസ്ഥാനമാക്കി സാമൂഹിക ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഘടിത പ്രസ്ഥാനമാണിത്. മതത്തെ അടിസ്ഥാനമാക്കി സാമൂഹികപരമായിട്ടുള്ള സോഷ്യൽ ഗോളുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ത് ഫണ്ടമെന്റലിസം. സ്ട്രാറ്റജീസ് ക്യാൻ ഇൻക്ലൂഡ് പീസ്ഫുൾ ആസ് വെൽ ആസ് വയലന്റ് ആക്ഷൻ. ശാന്തമായ മാർഗങ്ങളും സംഘർഷപരമായ മാർഗങ്ങളും ചിലപ്പോൾ ഇവിടെ സംഭവിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫണ്ടമെന്റലിസത്തില് പറയാനുള്ളത്. മതമൗലികവാദം എന്ന് പറയും. അടുത്തതാണ് കമ്മ്യൂണലിസം. എന്താണ് കമ്മ്യൂണലിസം എന്ന് പറഞ്ഞാൽ? അതായത് റെഫേഴ്സ് ടു റിലീജിയസ് ബേസ്ഡ് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഡിവിഷൻ. മതത്തെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക രാഷ്ട്രീയ വിഭജനമാണ് കമ്മ്യൂണലിസം. മതവാദം എന്ന് പറയും. സ്ട്രോങ് ലിങ്ക് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റി ഐഡന്റിറ്റി ആൻഡ് പൊളിറ്റിക്കൽ ലോയൽറ്റി. സാമൂഹ്യപരമായിട്ടുള്ള തിരിച്ചറിയലും രാഷ്ട്രീയ വിശ്വസ്തതയും തമ്മിൽ ശക്തമായ ബന്ധമുണ്ട്. സ്ട്രോങ് ലിങ്ക് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റി ഐഡന്റിറ്റി ആൻഡ് പൊളിറ്റിക്കൽ ലോയൽറ്റി. സമൂഹപരമായ തിരിച്ചറിയലും രാഷ്ട്രീയ വിശ്വസ്തതയും തമ്മിൽ ശക്തമായ ബന്ധം നിലനിൽക്കുന്നു. യൂസ്ഡ് റിലീജിയൻ ആൻഡ് ട്രഡീഷൻ ഫോർ പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ.
അതേപോലെ മതവും പാരമ്പര്യവും രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. യൂസസ് റിലീജിയൻ ആൻഡ് ട്രഡീഷൻ ഫോർ പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ. മതവും പാരമ്പര്യവും രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓഫ്റ്റൻ അറൈസസ് ഡ്യൂറിംഗ് പീരിയഡ് ഓഫ് സോഷ്യൽ ചേഞ്ച്. അതേപോലെ തന്നെ സാധാരണയായി സാമൂഹിക മാറ്റങ്ങളുടെ സമയത്ത് എന്ത് ചെയ്യുന്നു? ശക്തമാകുന്നു. ആൻഡ് ദെൻ ഇൻ ഇന്ത്യ കമ്മ്യൂണലിസം ഡെവലപ്ഡ് ഡ്യൂറിംഗ് ദ കൊളോണിയൽ പീരീഡ്. ഇന്ത്യയിൽ കമ്മ്യൂണലിസം കൊളോണിയൽ കാലഘട്ടത്തിലാണ് വളർന്നു വന്നത്. ഇറ്റ് മേ ക്രിയേറ്റ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഡിഫറൻറ്റ് കമ്മ്യൂണിറ്റി. ഇത് വ്യത്യസ്ത സമൂഹങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമായി. കമ്മ്യൂണലിസം ഈസ് കൺസിഡേർഡ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണലിസം പരിഗണിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. എ ബിലീഫ് സിസ്റ്റം, ഒരു വിശ്വാസ വ്യവസ്ഥയും, എ സോഷ്യൽ ഫിനോമിനൻ, ഒരു സാമൂഹിക പ്രതിഭാസവും. ഇപ്പൊ ഇന്ത്യയില് കൊളോണിയൽ കാലഘട്ടത്തിലാണ് കമ്മ്യൂണലിസം ഡെവലപ്പ് ചെയ്തത്. മാത്രമല്ല അത് വ്യത്യസ്ത സമൂഹങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കാം. ഈ കമ്മ്യൂണലിസം രണ്ട് കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. എ ബിലീഫ് സിസ്റ്റം, ബിലീഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസ വ്യവസ്ഥയും, എ സോഷ്യൽ ഫിനോമിനൻ, ഒരു സാമൂഹിക പ്രതിഭാസവും. ഇത്രയും കാര്യങ്ങളാണ് ഫണ്ടമെന്റലിസത്തിലും കമ്മ്യൂണലിസത്തിലും നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇത് രണ്ടും ഷോർട്ട് ആയിട്ടാണ് എഴുതിയിട്ടിട്ടുള്ളത്. ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണലിസം, സെക്യുലറിസം എന്താ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഹൈ സ്റ്റുഡൻസ്, അടുത്തതായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ടോപ്പിക്കാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണലിസം. അതായത് കമ്മ്യൂണലിസത്തിൻ്റെ സവിശേഷതകളെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കഷൻ നടത്തുന്നത്. എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണലിസം എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കമ്മ്യൂണലിസം ഈസ് ആൻ ഐഡിയോളജിക്കൽ കൺസെപ്റ്റ് ആൻഡ് എ കോംപ്ലക്സ് ഫിനോമിനൻ. അതായത് കമ്മ്യൂണലിസം ഒരു ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ആശയമാണ്. മാത്രമല്ല അതൊരു സങ്കീർണമായ സാമൂഹിക പ്രതിഭാസവുമാണ്. കമ്മ്യൂണലിസം ഈസ് ആൻ ഐഡിയോളജിക്കൽ കൺസെപ്റ്റ്. അതൊരു ആശയപരമായ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള കൺസെപ്റ്റാണ്. അതിനോടൊപ്പം തന്നെ അതൊരു കോംപ്ലക്സ് ഫിനോമിനൻ, സങ്കീർണമായിട്ടുള്ള ഒരു സാമൂഹിക പ്രതിഭാസവുമാണ്. ഇറ്റ് ഇൻക്ലൂഡ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ആസ്പെക്ട്. അതേപോലെ തന്നെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇറ്റ് ക്രിയേറ്റ്സ് റൈവലറി, ടെൻഷൻ ആൻഡ് വയലൻസ് എമംഗ് പീപ്പിൾ. അതേപോലെ തന്നെ അത് മത്സരം, സംഘർഷം, അതേപോലെ അക്രമം എന്നിവ സൃഷ്ടിക്കുന്നു. അപ്പം മതപരമായിട്ടുള്ള സംഘർഷങ്ങൾക്കും ടെൻഷനുകൾക്കും അക്രമങ്ങൾക്കൊക്കെ ഈ കമ്മ്യൂണലിസം കാരണമാകുന്നു. Sometimes elite and higher classes use it to divide and exploit people. ചിലപ്പോൾ ഉയർന്ന വർഗവും അതേപോലെ തന്നെ ഉയർന്ന വർഗം വിഭജനം സൃഷ്ടിക്കാൻ കാരണമാകുന്നു. Sometimes elite and higher classes, പുതിയതും ഉയർന്നതുമായിട്ടുള്ള ക്ലാസുകൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു? വിഭജനവും ചൂഷണവും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഇറ്റ് ഈസ് ഓഫ്റ്റൻ യൂസ്ഡ് ഫോർ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ്. ഇത് രാഷ്ട്രീയവും സാമ്പത്തികപരമായ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നു. ഇറ്റ് ഹാംസ് ഡെമോക്രസി, സെക്യുലറിസം ആൻഡ് നാഷണൽ ഇൻ്റഗ്രേഷൻ. മാത്രമല്ല ഇത് ജനാധിപത്യം, മതനിരപേക്ഷത, ദേശീയ ഐക്യം എന്നിവയെ ഹാംസ് കാരണം എന്താ ബാധിക്കുന്നു, അതിനെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അതിനൊക്കെ ഡിഫക്റ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നു. കമ്മ്യൂണൽ വയലൻസ് യൂഷ്വലി റെഫേഴ്സ് ടു മോബ് അറ്റാക്ക് ആൻഡ് കില്ലിംഗ്. കമ്മ്യൂണൽ അക്രമം, മതപരമായിട്ടുള്ള അക്രമങ്ങൾ സാധാരണയായി എന്തിനു കാരണമാകുന്ന പറയുന്നത്? കൂട്ടത്തല്ല്. മോബ് എന്ന് പറഞ്ഞാൽ കൂട്ടത്തല്ല്. മോബ് അറ്റാക്ക് പറഞ്ഞാൽ കൂട്ടത്തല്ലുകൾക്കും കില്ലിംഗ്, കൂട്ടക്കൊലകൾക്കും ഒക്കെ കാരണമാകുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ക്യാരക്ടറായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് സെക്യുലറിസം നോക്കാം. എന്താ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ? മതേതരത്വം, അല്ലേ? ഇന്ത്യ ഒരു സെക്യുലർ കൺട്രിയാണ് എന്ന് ടീച്ചർ ഈ സെക്യുലറിസം ഒക്കെ ഞാൻ പല ഭാഗങ്ങളിലായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നതാണ്. സെക്യുലറിസം ഇന്ത്യ ഫോളോ ചെയ്യുന്നത് സെക്യുലറിസം ആണ്. സെക്യുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എല്ലാം ഇന്ത്യയിൽ ഡിഫറൻ്റ് ആണ്. ഈ ഡിഫറൻ്റ് ആയിട്ടുള്ള എല്ലാറ്റിനെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് ഏതിലൂടെയാണ്? സെക്യുലറിസത്തിലൂടെയാണ്, മതേതരത്വത്തിലൂടെയാണ്. ഒരു മതത്തിനും
എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം, ഒന്നിനെ മാത്രം എടുത്തു കാണിക്കാത്ത ഒരു സാഹചര്യത്തെയാണ് നമ്മൾ എന്ത് പറയുക, സെക്യുലറിസം എന്ന് പറയുക. അപ്പൊ ഇൻ ഇന്ത്യ ഫസ്റ്റ് പോയിന്റ് നോക്കൂ. ഇൻ ഇന്ത്യ സെക്യുലറിസം ഈസ് അഡോപ്റ്റഡ് ടു സോൾവ് പ്രോബ്ലം കേസ്ഡ് ബൈ ഫണ്ടമെന്റലിസം ആൻഡ് കമ്മ്യൂണലിസം. അതായത് ഇന്ത്യയിൽ ഫണ്ടമെന്റലിസവും കമ്മ്യൂണലിസവും നേരിടാൻ സ്വീകരിച്ചൊരു ആശയമായിരുന്നു സെക്യുലറിസം. അപ്പം മതമൗലികവാദത്തെയും അതേപോലെ തന്നെ ഈ കമ്മ്യൂണലിസത്തെയും എതിർക്കുന്നതിന് വേണ്ടി, അവയെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇന്ത്യ സ്വീകരിച്ച ഒരു ആശയമാണ് ഏത്, സെക്യുലറിസം. ഇൻ ഇന്ത്യ എ സെക്യുലറിസം ഈസ് അഡോപ്റ്റഡ് ടു സോൾവ് പ്രോബ്ലം കേസ്ഡ് ബൈ ഫണ്ടമെന്റലിസം ആൻഡ് കമ്മ്യൂണലിസം. ഫണ്ടമെന്റലിസവും കമ്മ്യൂണലിസത്തിലെയും പ്രശ്നങ്ങളെ നേരിടാൻ ഇന്ത്യ സ്വീകരിച്ച നയമാണ് സെക്യുലറിസം, മതേതരത്വം. ഇറ്റ് മീൻസ് സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ഫ്രം പൊളിറ്റിക്സ് ആൻഡ് പബ്ലിക് ലൈഫ്. മതവും രാഷ്ട്രീയവും വേർതിരിച്ച് നിർത്തണം എന്നാണ് ഈ സിദ്ധാന്തം അനുശാസിക്കുന്നത്. ഇറ്റ് മീൻസ് സെപ്പറേഷൻ ഓഫ് മതത്തെയും പൊളിറ്റിക്സിനെയും മാറ്റി നിർത്തണം, അത് രണ്ടും രണ്ടാണ് എന്നാണ് സെക്യുലറിസം വിശ്വസിക്കുന്നത്. ഇറ്റ് മീൻസ് സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ഫ്രം പൊളിറ്റിക്സ് ആൻഡ് പബ്ലിക് ലൈഫ്. പൊതുജീവിതത്തിൽ നിന്നും മതത്തെയും അതേപോലെ പൊളിറ്റിക്സിനെയും മാറ്റി നിർത്തണം എന്നാണ് സെക്യുലറിസം അർത്ഥമാക്കുന്നത്. ഓൾ റിലീജിയൻ ഷുഡ് ബി റെസ്പെക്റ്റഡ് ഈക്വലി. അതുകൊണ്ട് എല്ലാ മതങ്ങളെയും തുല്യമായി റെസ്പെക്റ്റ് ചെയ്യണം, ബഹുമാനിക്കണം. ഒരു മതത്തിനെ കൂടുതലോ മറ്റൊരു മതത്തെ താഴ്ത്തിക്കെട്ടിയോ പാടില്ല. എല്ലാ മതങ്ങളും, ഓൾ റിലീജിയൻ ഷുഡ് ബി റെസ്പെക്റ്റഡ് ഈക്വലി. അതാണ് ഇന്ത്യയുടെ അജണ്ട, അതാണ് നമ്മുടെ വേദവാക്യം. അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കണം. റിലീജിയൻ ഷുഡ് ബി പ്രാക്ടീസ്ഡ് പ്രൈവറ്റ്ലി. മതം മാത്രമല്ല സ്വകാര്യ ജീവിതത്തിൽ മാത്രം പാലിക്കേണ്ടതാണ്. അത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള മതം, റിലീജിയൻ എന്ന് പറയുന്നത് അത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഏത് മതം ഇഷ്ടപ്പെടണം, ഏത് മതം ഫോളോ ചെയ്യണം എന്നൊക്കെ ഓരോ വ്യക്തിയുടെ ഇഷ്ടമാണ്. അത് രാജ്യം അതിലേക്ക് വരില്ല, ഗവൺമെൻറ്റും അതിലേക്ക് വരില്ല. അതുകൊണ്ടാണ് ഇന്ത്യ ഒരു സെക്യുലർ കൺട്രിയാണ് എന്ന് പറയാനുള്ള കാരണം. ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ഇഷ്ടമുള്ള മതം ഫോളോ ചെയ്യാനും ഓരോ പൗരനും അവകാശമുണ്ട്. അതുകൊണ്ട് എന്താണ് പറയുന്നത്, റിലീജിയൻ ഷുഡ് ബി പ്രാക്ടീസ്. അത് പ്രൈവറ്റ് ആണ്, അത് സ്വകാര്യമാണ് എന്ന് പറയാനുള്ള കാരണം. ദ സ്റ്റേറ്റ് ഷുഡ് ഗീവ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ഓൾ കമ്മ്യൂണിറ്റി. അതുകൊണ്ട് തന്നെ രാജ്യം എല്ലാ സമൂഹങ്ങൾക്കും എന്ത് നൽകണം, തുല്യമായ അവസരം നൽകണം. ദ സ്റ്റേറ്റ് ഷുഡ് ഗീവ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ഓൾ കമ്മ്യൂണിറ്റി. എല്ലാ കമ്മ്യൂണിറ്റിക്കും തുല്യ അവസരങ്ങൾ നൽകണം. ദ സ്റ്റേറ്റ് ഷുഡ് ഗീവ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ഓൾ കമ്മ്യൂണിറ്റി ആൻഡ് ദെൻ സോഷ്യൽ ലൈഫ് ഷുഡ് ബി ഫോളോ ഈക്വാലിറ്റി ആൻഡ് റാഷണൽ തിങ്കിങ്. അതേപോലെ തന്നെ പിന്നെന്താ പറയുന്നത്, സാമൂഹിക ജീവിതം സമത്വപരമായിട്ട് സമീപിക്കണം. സോഷ്യൽ ലൈഫ് ഷുഡ് ബി ഫോളോ ഈക്വാലിറ്റി ആൻഡ് റാഷണൽ തിങ്കിങ്. ആൻഡ് ദെൻ ലാസ്റ്റ് പോയിന്റ്, സെക്യുലറിസം ഈസ് കണക്റ്റഡ് വിത്ത് ദ പ്രോസസ് ഓഫ് സെക്യുലറൈസേഷൻ. സെക്യുലറൈസേഷൻ പ്രക്രിയയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ മതേതരത്വം എന്ന് പറയുന്നത് ഏതുമായിട്ടുള്ള മതേതരത്വവൽക്കരണവുമായി ബന്ധപ്പെട്ടതാണ്. സെക്യുലറിസം ഈസ് കണക്റ്റഡ് വിത്ത് ദ പ്രോസസ് ഓഫ് സെക്യുലറൈസേഷൻ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണലിസത്തിലും സെക്യുലറിസത്തിലും വ്യക്തമാക്കാനുള്ളത്. ഇനി നമ്മൾക്ക് ആസ്പെക്റ്റ് ഓഫ് ഫണ്ടമെന്റലിസം എന്താ എന്ന് നോക്കാം. ആസ്പെക്റ്റ് ഓഫ് ഫണ്ടമെന്റലിസം അതേപോലെ തന്നെ കമ്മ്യൂണൽ ഡിവൈഡും എന്താ എന്ന് നമുക്ക് വ്യക്തമാക്കാം. ഓക്കെ, ഹൈ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് അനലൈസ് ചെയ്യുന്നത്. നമ്മൾ എന്താണ് ഫണ്ടമെന്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആസ്പെക്റ്റ് ഓഫ് ഫണ്ടമെന്റലിസം, അതായത് ഫണ്ടമെന്റലിസത്തിൻ്റെ ചില ഘടകങ്ങളെക്കുറിച്ചാണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് നോക്കൂ. ദ കൺസെപ്റ്റ് ഓഫ് ഫണ്ടമെന്റലിസം വാസ് ഫസ്റ്റ് യൂസ്ഡ് ബിറ്റ്വീൻ 1910 ആൻഡ് 1915. 1910-15 കാലഘട്ടത്തിലാണ് ഫണ്ടമെന്റലിസം എന്ന ആശയം ആദ്യമായി ഉപയോഗിച്ചത്. ദ കൺസെപ്റ്റ് ഓഫ് ഫണ്ടമെന്റലിസം വാസ് ഫസ്റ്റ് യൂസ്ഡ് ബിറ്റ്വീൻ 1910 ആൻഡ് 15. 1910-15 കാലഘട്ടത്തിലായിരുന്നു ഈ ഒരു ആശയം ആദ്യമായി യൂസ് ചെയ്തത്. It refers to conservative Protestant group in North America.
അതായത് നോർത്ത് അമേരിക്കയിലെ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകളായാണ് ഇത് സൂചിപ്പിച്ചിരുന്നത്. നോർത്ത് അമേരിക്കയിലെ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകളായിട്ടുള്ള പീപ്പിൾസിനെയാണ് ഈ ഒരു പദം കൊണ്ട് എന്ത് ചെയ്തിരുന്നത്, അർത്ഥമാക്കിയിരുന്നത്. ഇറ്റ് റെഫേർഡ് ടു കൺസർവേറ്റീവ് പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പ് ഇൻ നോർത്ത് അമേരിക്ക. ദിസ് ഗ്രൂപ്പ് ബിലീവ്ഡ് സ്ട്രോങ്ലി ഇൻ ദ അബ്സല്യൂട്ട് ട്രൂത്ത് ഓഫ് റിലീജിയസ് സ്ക്രിപ്റ്റേഴ്സ്. മാത്രമല്ല ഇവർ മതഗ്രന്ഥങ്ങളെ പൂർണ്ണ സത്യത്തിൽ ശക്തമായ വിശ്വാസം പുലർത്തി. അപ്പോൾ ദിസ് ഗ്രൂപ്പ് ബിലീവ്ഡ് സ്ട്രോങ്ലി ഇൻ ദ അബ്സല്യൂട്ട് ട്രൂത്ത് ഓഫ് റിലീജിയസ് സ്ക്രിപ്റ്റേഴ്സ്. ഇവർ മതഗ്രന്ഥങ്ങളുടെ പൂർണ്ണ സത്യത്തിൽ ശക്തമായ വിശ്വാസം പുലർത്തിയിരുന്നു. കീ ബിലീഫ് ഇൻക്ലൂഡഡ് virgin birth, divinity of Jesus, refraction and the infallibility of the Bible. അതേപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞു മതഗ്രന്ഥങ്ങളിൽ വിശ്വാസം പുലർത്തിയിരുന്നു എന്ന് പറഞ്ഞു. അടുത്തതായിട്ട് അതായത് കീ ബിലീഫ് ഇൻക്ലൂഡ് വെർജിൻ ബർത്ത്, ഡിവൈനിറ്റി ഓഫ് ജീസസ്, റെസ്ക്രൂഷൻ ആൻഡ് ഇൻഫ്ലബിലിറ്റി ഓഫ് ദ ബൈബിൾ. യേശുവിൻ്റെ ജനനം, ദൈവികത, പുനരുദ്ധാനം, ബൈബിളിൻ്റെ തെറ്റില്ലായ്മ തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഇതിലെടുത്ത് ഇവർ ഫണ്ടമെൻ്റലിസ്റ്റുകൾ വിശ്വസിച്ചിരുന്നത്. കീ ബിലീഫ് ഇൻക്ലൂഡ് വെർജിൻ ബർത്ത്, ഡിവൈനിറ്റി ഓഫ് ജീസസ് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ജനനം, ജീസസ് എന്ന് പറഞ്ഞാൽ യേശു, റെസ്ക്രക്ഷൻ ആൻഡ് ഇൻഫ്ലബിലിറ്റി ഓഫ് ദ ബൈബിൾ. അതായത് പ്രധാന വിശ്വാസങ്ങൾ യേശുവിൻ്റെ ജനനം, ദൈവികത, പുനരുദ്ധാനം, ബൈബിളിൻ്റെ തെറ്റില്ലായ്മ, ഇതൊക്കെയാണ് ഇവർ വിശ്വസിച്ചിരുന്നത് ഫണ്ടമെൻ്റലിസ്റ്റുകൾ. കാരണം അത് നോർത്ത് അമേരിക്കയിലാണല്ലോ ഉണ്ടായിട്ടുള്ളത്. അടുത്ത പോയിന്റ്, ഫണ്ടമെൻ്റലിസ്റ്റ് ബിലീവ് സ്ക്രിപ്റ്റേഴ്സ് ഷുഡ് ബി ആക്സെപ്റ്റഡ് വിത്തൗട്ട് ക്വസ്റ്റ്യനിങ്. ഫണ്ടമെൻ്റലിസ്റ്റുകൾ മതഗ്രന്ഥങ്ങളെ ചോദ്യം ചെയ്യാതെ സ്വീകരിക്കണമെന്ന് വിശ്വസിച്ചു. അപ്പോൾ മതമൗലികവാദമാണ് ഫണ്ടമെൻ്റലിസ്റ്റുകൾ. മതഗ്രന്ഥങ്ങളെ എന്ത് ചെയ്യാൻ പാടില്ല, ചോദ്യം ചെയ്യാതെ സ്വീകരിക്കണമെന്ന് വിശ്വസിച്ചു. ദിസ് ആറ്റിറ്റ്യൂഡ് മേ ലീഡ് ടു ഇൻടോളറൻസ് ടുവേർഡ് അതർ വ്യൂസ് ഓർ ഡിസഗ്രിമെൻറ്റ്. ഈ സമീപനം വ്യത്യസ്ത അഭിപ്രായങ്ങളോടുള്ള അസഹിഷ്ണുതയ്ക്ക് കാരണമാകാം. This attitude may lead to intolerance toward other views or disagreement. അതായത് ഈ സമീപനം വ്യത്യസ്ത അഭിപ്രായങ്ങളോടുള്ള ഒരു അസഹിഷ്ണുതയ്ക്ക് കാരണമാകാം എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. The term fundamentalism is sometimes wrongly used instead of communalism. മാത്രമല്ല ചിലപ്പോൾ ഫണ്ടമെൻ്റലിസം എന്ന പദം കമ്മ്യൂണലിസത്തിന് പകരം തെറ്റായി ഉപയോഗിക്കപ്പെടാറുണ്ട്. The term fundamentalism is sometimes wrongly used instead of communalism. ഫണ്ടമെൻ്റലിസം എന്ന പദം ചിലപ്പോൾ തെറ്റായിട്ട് ഏതിൽ ഉപയോഗിക്കാറുണ്ട് എന്നാണ് പറയുന്നത്, അതായത് കമ്മ്യൂണലിസത്തിന് പകരമായിട്ടും ഉപയോഗിക്കാറുണ്ട്. ഫണ്ടമെൻ്റലിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ഡിഫറൻറ്റ് കൺട്രി ആർ നോട്ട് ഐഡൻറ്റിക്കൽ ബട്ട് ഷെയർ സിമിലാരിറ്റി. അതേപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഫണ്ടമെൻ്റലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഒരുപോലെ അല്ലെങ്കിൽ ചില സാമ്യങ്ങളുണ്ട്. ഫണ്ടമെൻ്റലിസ്റ്റ് മൂവ്മെൻറ്റ് ഡിഫറൻറ്റ് കൺട്രി ആർ നോട്ട് ഐഡൻറ്റിക്കൽ ബട്ട് ഷെയർ സിമിലാരിറ്റി. ഫണ്ടമെൻ്റലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ചില ഭാഗങ്ങളിൽ ഒരുപോലെ എങ്ങനെയാണ് ഐഡൻറ്റിക്കൽ ആണെങ്കിലും ചില ഭാഗങ്ങളിൽ എങ്ങനെയാണെന്നാണ് പറയുന്നത്, സാമ്യമുണ്ട്. ഫണ്ടമെൻ്റലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ലോകത്തിലെ വിവിധ ഫണ്ടമെൻ്റലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ചില ഭാഗങ്ങളിൽ ഒരുപോലെ അല്ലെങ്കിലും ഐഡൻറ്റിക്കൽ അല്ലെങ്കിലും എന്നാൽ ചിലപ്പോൾ എന്തുണ്ടായിരിക്കാറുണ്ട്, സാമ്യമുണ്ട്, ചില സാമ്യങ്ങളുമുണ്ട്. ആൻഡ് ദേ ആർ യൂഷ്വലി കളക്റ്റീവ് മൂവ്മെൻറ്റ് ലെഡ് ബൈ കരിസ്മാറ്റിക് ലീഡേഴ്സ്. മാത്രമല്ല ഇത് സാധാരണയായി ഒരു കരിസ്മാറ്റിക് നേതാക്കൾ നയിക്കുന്ന കൂട്ടായ പ്രസ്ഥാനങ്ങളാണ്. ഫണ്ടമെൻ്റലിസം കൂടുതലായിട്ട് കരിസ്മാറ്റിക് ലീഡേഴ്സ് ആയിരിക്കും വിശ്വസിച്ചിരുന്നത്. ഫണ്ടമെൻ്റലിസ്റ്റ് ട്രൈ ടു പ്യൂരിഫൈ റിലീജിയസ് ലൈഫ് ആൻഡ് റിമൂവ് ഇംപ്യൂരിറ്റീസ്. അതേപോലെ തന്നെ ഫണ്ടമെൻ്റലിസ്റ്റുകൾ മതജീവിതത്തെ ശുദ്ധമാക്കാൻ ശ്രമിക്കാറുണ്ട്. ഫണ്ടമെൻ്റലിസ്റ്റ് ട്രൈ ടു പ്യൂരിഫൈ റിലീജിയസ് ലൈഫ് ആൻഡ് റിമൂവ് ഇംപ്യൂരിറ്റി. ഫണ്ടമെൻ്റലിസ്റ്റുകൾ മതജീവിതത്തെ എന്തിനു ശ്രമിക്കുന്നു, ശുദ്ധമാക്കാൻ ശ്രമിക്കുന്നു. ദിസ് മൂവ്മെൻറ്റ് ഇൻഫ്ലുവൻസ് നോട്ട് ഓൺലി റിലീജിയൻ ബട്ട് ആൾസോ ലൈഫ് സ്റ്റൈൽ.
ഈ പ്രസ്ഥാനങ്ങൾ മതവിശ്വാസങ്ങൾ മാത്രമല്ല ജീവിതശൈലിയെയും സ്വാധീനിക്കുന്നുണ്ട്. ദിസ് മൂവ്മെന്റ് ഇൻഫ്ലുവൻസ് നോട്ട് ഓൺലി റിലീജിയൻ ബട്ട് ആൾസോ ലൈഫ് സ്റ്റൈൽ. ഈ പ്രസ്ഥാനങ്ങൾ മതവിശ്വാസങ്ങൾ മാത്രമല്ല ജീവിതശൈലിയെയും എന്ത് ചെയ്യുന്നു, സ്വാധീനിക്കുന്നു. ഫണ്ടമെന്റലിസ്റ്റ് മൂവ്മെന്റ് ഓഫ്റ്റൻ അറൈവ്സ് ആസ് എ റിഡക്ഷൻ ടു എ പെർസീവ്ഡ് സോഷ്യൽ ഓർ കൾച്ചറൽ ക്രൈസിസ്. സാധാരണയായി സാമൂഹികമായി അല്ലെങ്കിൽ സാംസ്കാരിക പ്രതിസന്ധികൾക്ക് പ്രതികരണമായി പ്രസ്ഥാനങ്ങൾ ഉയരുന്നു. ഫണ്ടമെന്റലിസ്റ്റ് മൂവ്മെന്റ് ഓഫ്റ്റൻ അറൈവ്സ് ആസ് എ റിയാക്ഷൻ ടു എ പെർസീവ്ഡ് സോഷ്യൽ ഓർ കൾച്ചറൽ ക്രൈസിസ്. സാധാരണയായി സാമൂഹികമായിട്ടോ സാംസ്കാരിക പ്രതിസന്ധികൾക്ക് പ്രതികരണമായിട്ടാണ് ഈ പ്രസ്ഥാനങ്ങൾ ഉയരുന്നത്. ദേ യൂഷ്വലി പ്രൊമോട്ട് എ റിട്ടേൺ ടു ഒറിജിനൽ റിലീജിയസ് ട്രഡീഷൻ. ഇവ മൂലം മത പരമ്പരകളിലേക്ക് മടങ്ങാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ മതങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനെയാണ് മതമൗലികവാദം അഥവാ ഫണ്ടമെന്റലിസം എന്ന് പറയുക. അതുകൊണ്ട് അത് യൂഷ്വലി പ്രൊമോട്ട് റിട്ടേൺ ടു ഒറിജിനൽ റിലീജിയസ് ട്രഡീഷൻ, മതപരമായിട്ടുള്ള പാരമ്പര്യങ്ങളിലേക്ക് മടങ്ങാൻ അതെന്ത് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങളെയാണ് ആസ്പെക്ട് ഓഫ് ഫണ്ടമെന്റലിസം എന്ന് പറയുക. അതിൽ വരുന്ന പ്രധാന പോയിന്റ്സ് ആണ് ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്. ഈ പോയിന്റ്സുകൾ എഴുതിയെടുക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതേപോലെ ഇനി നമ്മൾക്ക് എടുക്കാനുള്ളത് കമ്മ്യൂണൽ ഡിവൈഡും അതേപോലെ തന്നെ സെക്യുലറിസം ആക്സെപ്റ്റും അതേപോലെ ഗാന്ധിജിയും ഇയും കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആകും കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ഹൈ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ 12th യൂണിറ്റിൽ ഇനി എടുക്കാനുള്ള ടോപ്പിക്കാണ്, നെക്സ്റ്റ് എടുക്കാനുള്ള ടോപ്പിക്കാണ് ദ കമ്മ്യൂണൽ ഡിവൈഡ്, അതായത് സാമുദായിക വിഭജനം എന്ന് പറയും. നമ്മളുടെ ചാപ്റ്റർ തന്നെ കമ്മ്യൂണലിസമാണ്, സാമുദായികത്വത്തെക്കുറിച്ചാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ ഈ കമ്മ്യൂണൽ ഡിവൈഡ്, സാമുദായിക വിഭജനം. അപ്പോൾ ശ്രദ്ധിക്കുക. Communalism is the belief that different religious community in India cannot live together peacefully. അതായത് കമ്മ്യൂണലിസം, സാമുദായികത എന്നത് ഇന്ത്യയിലെ വിവിധ മതസമുദായങ്ങൾ സമാധാനത്തോടെ ഒരുമിച്ച് ജീവിക്കാനാകില്ല എന്ന വിശ്വാസമാണ്. അതാണ് സാമുദായികത അഥവാ സാമുദായിക വിഭജനം. കമ്മ്യൂണലിസം ഈസ് ദ ബിലീഫ് ദാറ്റ് ഡിഫറൻറ്റ് റിലീജിയസ് കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ കനോട്ട് ലീവ് ടുഗദർ പീസ്ഫുള്ളി. സാമുദായികത എന്നത് ഇന്ത്യയിലെ വ്യത്യസ്ത മതവിഭാഗങ്ങൾ അഥവാ മതസമുദായങ്ങൾ പീസ്ഫുള്ളായിട്ട്, പീസ്ഫുള്ളി പറഞ്ഞാൽ എന്താ, സമാധാനത്തോടു കൂടി ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന ആ ബിലീഫ്, വിശ്വാസമാണ് എന്ത്, കമ്മ്യൂണലിസം. അപ്പോൾ കമ്മ്യൂണലിസം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ സാധ്യമാകില്ല, സമാധാനത്തോടു കൂടി പീസ്ഫുള്ളായിട്ട് ജീവിക്കാൻ സാധ്യമാകില്ല എന്ന ആ വിശ്വാസത്തെയാണ് എന്ത് പറയുന്നത്, കമ്മ്യൂണലിസം, സാമുദായികവാദം എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില ആളുകൾ സ്വന്തം സമുദായത്തിന് മതഭ്രാന്തന്മാരായിരിക്കും അവർ, സ്വന്തം സമുദായത്തിന് മാത്രം ഇമ്പോർട്ടൻ്റ് അങ്ങനെ ചെയ്യരുത്. കാരണം ഇന്ത്യ ഒരു സെക്കുലർ കൺട്രിയാണ്. സെക്കുലർ കൺട്രി എന്ന് പറയുമ്പോൾ എല്ലാ റിലീജിയൻസിനും ഈക്വൽ റെസ്പെക്റ്റ് കൊടുക്കണം. പക്ഷേ നമ്മളിവിടെ പഠിക്കുന്നത് കമ്മ്യൂണലിസമാണ്, സാമുദായിക വിഭജനമാണ്. സാമുദായിക വിഭജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കാതിരിക്കുക, സമാധാനത്തോടു കൂടി തുല്യമായ രീതിയിൽ കാണാതിരിക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് എന്തു പറയുന്നത്, കമ്മ്യൂണലിസം അഥവാ സാമുദായികത്വം എന്ന് പറയുന്നത്. And then second point, it assume minority will become victim of Hindu domination. ന്യൂനപക്ഷങ്ങൾ ഹിന്ദു ആധിപത്യത്തിന് ഇരയാകും എന്ന ഒരു ധാരണ ഉണ്ടായിരുന്നു. ഇറ്റ് അസ്യൂം, അതുകൊണ്ടാണ് ഈ കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാവാനുള്ള കാരണം. കാരണം ഇന്ത്യയിൽ ഭൂരിപക്ഷമുണ്ട്, ന്യൂനപക്ഷമുണ്ട്. അപ്പോൾ ഈ മൈനോറിറ്റി പീപ്പിൾസ്, മെജോറിറ്റി പീപ്പിളും ഉണ്ട്, മൈനോറിറ്റി പീപ്പിളും ഉണ്ട്. അപ്പോൾ ഈ മൈനോറിറ്റി പീപ്പിൾസ് ഹിന്ദു ഡോമിനേഷനിൽ ഹിന്ദു ആധിപത്യത്തിന് ഇരയാകും എന്ന ഒരു തെറ്റായ ധാരണയാണ് എന്തിനു വഴിവെച്ചത്, കമ്മ്യൂണൽ ഡിവൈഡിന് കാരണമായത്.
And then next point, communalism strengthened during the later phase of the national movement and was encouraged by colonial rulers. അതായത് നാഷണൽ മൂവ്മെന്റ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ സാമുദായികത അഥവാ കമ്മ്യൂണലിസം ശക്തമായി കൊളോണിയൽ ഭരണാധികാരികൾ അതിനെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ഈ കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, കൊളോണിയൽ ഭരണാധികാരികൾ എന്തിനു വേണ്ടിയാണ് ഈ കമ്മ്യൂണലിസത്തെ എൻകറേജ് ചെയ്തത്, സ്ട്രെങ്തൻ ആക്കിയത്? മതത്തിൻ്റെ പേരിൽ തമ്മിലടിക്കാൻ വേണ്ടി. അതായിരുന്നു അവരുടെ പോളിസി. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകൂടം, കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ ഈ കമ്മ്യൂണലിസത്തെ സ്ട്രെങ്തൻ ചെയ്തത്, അതായത് ശക്തിപ്പെടുത്തിയത് ഇവിടെ ഹിന്ദു മുസ്ലിം വർഗീയപരമായിട്ടുള്ള ഇഷ്യൂസുകൾ സൃഷ്ടിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. അതായിരുന്നു അവരുടെ തന്ത്രം. ഇന്ത്യയിൽ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുക, ഇന്ത്യയിലെ ജനങ്ങളെ കമ്മ്യൂണലിസത്തിൻ്റെ സാമുദായികത്വത്തിൻ്റെ പേരിൽ അടുപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ എന്തിനെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചത്? കമ്മ്യൂണലിസത്തെ സ്ട്രെങ്തൻഡ്, ശക്തിപ്പെടുത്താൻ ശ്രമിച്ചത്. അപ്പോൾ അടുത്ത പോയിന്റിൽ പറയാണ്, ദ ഗ്രോത്ത് ഓഫ് ഹിന്ദു മുസ്ലിം ടെൻഷൻ വാസ് നോട്ട് ഇൻഎവിറ്റബിൾ. പാർട്ടീഷൻ വാസ് ദ എക്സ്ട്രീം റിസൾട്ട് ഓഫ് ദ കോൺഫ്ലിക്റ്റ്. അങ്ങനെ സത്യത്തിൽ ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റ് ഇവിടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് ആര് കാരണമാണ് നമ്മുടെ രാജ്യത്തുണ്ടായത്? ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ. അതാണ് കമ്മ്യൂണൽ ഡിവൈഡ് എന്ന് പറയുന്നത്, സാമുദായിക വിഭജനം എന്ന് പറയുന്നത്. ഒരു സാമുദായിക വിഭജനത്തിൻ്റെ ഒരു ഇഷ്യൂ ഇവിടെ ആവശ്യം തന്നെ അല്ല. കാരണം ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റിൻ്റെ ഒരു പ്രശ്നം തന്നെ ഇവിടെ നിലനിൽക്കേണ്ടതില്ല. പക്ഷേ ഇങ്ങനെ ഒരു ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള കാരണം ആരായിരുന്നു? ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു. മാത്രമല്ല അങ്ങനെയാണ് എന്തുണ്ടായത്? വിഭജനം സൃഷ്ടിക്കപ്പെട്ടത്. പാർട്ടീഷൻ വാസ് ദ എക്സ്ട്രീം റിസൾട്ട് ഓഫ് ദ കോൺഫ്ലിക്റ്റ്. ഈ ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയെ രണ്ടായി മുറിക്കേണ്ടി വന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആരാണ്? സത്യത്തിൽ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ബ്രിട്ടീഷ് ഭരണകൂടമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ തന്ത്രമായിരുന്നു അത്, ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിംസിനെ തമ്മിൽ അടുപ്പിക്കുക എന്നത്. എന്നിട്ട് ഇവിടെ അവരുടെ ആധിപത്യം സ്ഥാപിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ അങ്ങനെ അങ്ങനത്തെ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അവരെ എന്തിനെ പ്രോത്സാഹിപ്പിച്ചത്? കമ്മ്യൂണൽ ഡിവൈഡിനെ, സാമുദായിക വിഭജനത്തെ പ്രോത്സാഹിപ്പിച്ചത്. ഒരു പരിധി വരെ അവർ അതിൽ വിജയിച്ചു. കാരണം ഇന്ത്യയെ രണ്ടായി മുറിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, nation building requires a common identity beyond religion, caste or language. അതുകൊണ്ട് തന്നെ രാജ്യനിർമ്മാണത്തിന് മതം, ജാതി, ഭാഷ എന്നിവയ്ക്കപ്പുറം ഒരു പൊതുവായ ഐക്യപരിചയം ആവശ്യമാണ്. ഒരിക്കലും മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ ലാംഗ്വേജിൻ്റെ പേരിലോ രാജ്യം നിർമ്മിക്കാൻ ശ്രമിക്കരുത്. അതെന്തിലേക്ക് വഴിവെക്കും? കമ്മ്യൂണൽ ഡൈവൈഡ്. അതൊരു സാമുദായിക വിഭജനത്തിന് കാരണമാകും. And then next point, communal forces are seen as a sign of political underdevelopment. മാത്രമല്ല പിന്നെന്താണ് അവിടെ പറയുന്നത്? സാമുദായിക ശക്തികൾ രാഷ്ട്രീയ പിന്നോക്കാവസ്ഥയുടെ ലക്ഷണമായി കണക്കാക്കപ്പെടുന്നു. കമ്മ്യൂണൽ ഫോഴ്സസ് ആർ സീൻ ആസ് എ സൈൻ ഓഫ് പൊളിറ്റിക്കൽ അണ്ടർ ഡെവലപ്മെന്റ്. സാമുദായിക ശക്തികൾ രാഷ്ട്രീയ പിന്നോക്കാവസ്ഥയുടെ പൊളിറ്റിക്കൽ അണ്ടർ ഡെവലപ്മെന്റ് പറഞ്ഞാൽ രാഷ്ട്രീയ പിന്നോക്കാവസ്ഥ. അപ്പോൾ ആ രാഷ്ട്രീയമായ പിന്നോക്കാവസ്ഥയുടെ ലക്ഷണമായിട്ടാണ് ഇതിനെ കാണുന്നത്? സാമുദായിക ശക്തികളെ കാണുന്നത്. കമ്മ്യൂണലിസം arises when religious identity become emotionally and politically charged. അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത്? മതപരമായിട്ടുള്ള തിരിച്ചറിയൽ ശക്തമായ വികാരപരവും രാഷ്ട്രീയപരമായി മാറുമ്പോൾ സാമുദായികത ഉയരും. കമ്മ്യൂണലിസം arises when religious identity become emotionally and politically charged. അതായത് മതപരമായിട്ടുള്ള തിരിച്ചറിയൽ ശക്തമായിട്ടുള്ള ഒരു ഇമോഷണലായിട്ടും പൊളിറ്റിക്കലായിട്ടും മാറുമ്പോൾ അവിടെ എന്ത് ഉയരാൻ കാരണമാകും? കമ്മ്യൂണലിസം അറൈസ് ചെയ്യപ്പെടുന്നു, ഉയരുന്നു.
And then communal movement usually exists as conflict between two opposing group. അങ്ങനെ സാമുദായിക പ്രസ്ഥാനങ്ങൾ സാധാരണയായി രണ്ട് സമൂഹങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന് കാരണമാകുന്നു. അതുകൊണ്ടാണ് ഈ കമ്മ്യൂണൽ ഡിവൈഡ് കാരണം കമ്മ്യൂണൽ മൂവ്മെന്റ്, കമ്മ്യൂണൽ പ്രസ്ഥാനങ്ങൾ, സാമുദായിക പ്രസ്ഥാനങ്ങൾ സമൂഹത്തിൽ എന്തിന് കാരണമാകുന്ന പറയുന്നത്? രണ്ട് സമൂഹങ്ങൾ ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റിലേക്ക് വഴിവെക്കുന്നു, സംഘർഷത്തിലേക്ക് വഴിവെക്കുന്നു. And then next point, Hindu-Muslim riot reflected religious fears and socio-economic aspiration. അങ്ങനെ ഹിന്ദു മുസ്ലിം കലാപങ്ങൾ മതഭയവും സാമൂഹിക സാമ്പത്തിക ആഗ്രഹങ്ങളും പ്രതിഫലിപ്പിച്ചു. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് ഈ കമ്മ്യൂണലിസം എടുത്തു കളഞ്ഞത്, സാമുദായികവാദത്തെ എടുത്തു കളഞ്ഞ് ഇന്ത്യ എന്താക്കി മാറ്റിയത്? സെക്യുലറിസം ആക്കി മാറ്റിയത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റിലേക്ക് ഏത് വഴി വെക്കുന്ന പറയുന്നത്? ഈ കമ്മ്യൂണൽ ഡിവൈഡ് കാരണമാകും. അപ്പോൾ ഹിന്ദു മുസ്ലിം റയറ്റ് റിഫ്ലക്റ്റഡ് റിലീജിയസ് ഫിയേഴ്സ് ആൻഡ് സോഷ്യോ എക്കണോമിക് ആസ്പിരേഷൻ. ഹിന്ദു മുസ്ലിം കലാപങ്ങൾ മതപരമായും സാമൂഹിക സാമ്പത്തിക ആഗ്രഹങ്ങളെയും പ്രതിഫലിപ്പിച്ചു കാണിക്കുന്നു. റയറ്റ് സംടൈംസ് സ്റ്റാർട്ട് ഡ്യൂ ടു മൈനർ ഡിസ്പ്യൂട്ട്, കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഷോപ്പ് കീപ്പേഴ്സ്. അങ്ങനെ ചെറിയ കാരണങ്ങൾ കൊണ്ട് പോലും കലാപങ്ങൾ ഉണ്ടാകാം. ചില കടക്കാരുകൾ തമ്മിലുള്ള തർക്കങ്ങൾ പോലും ചിലപ്പോൾ വ്യത്യസ്ത റിലീജിയസിലുള്ള ഷോപ്പ് കീപ്പേഴ്സ് വരെ എന്തുണ്ടാവാം? കോൺഫ്ലിക്റ്റുകൾ സൃഷ്ടിക്കപ്പെടാം. And then next point, many riots were deliberately organized by socio-religious group. പല കലാപങ്ങളും സാമൂഹ്യ മത സംഘടനകൾ ആസൂത്രണം ചെയ്തവയായിരുന്നു. റയറ്റ്സ് സംടൈം അതായത് മെനി റയറ്റ്സ് വർ ഡെലിബറേറ്റ്ലി ഓർഗനൈസ്ഡ് ബൈ സോഷ്യോ റിലീജിയസ് ഗ്രൂപ്പ്. പല കലാപങ്ങളും സാമൂഹ്യ മത സംഘടനകൾ ആസൂത്രണം ചെയ്തവയായിരുന്നു എന്നാണ് പറയുന്നത്. And then next point, tension were often created during religious festival and procession. മതോത്സവങ്ങളും ഘോഷയാത്രകളും തടസ്സപ്പെടുത്തുന്നത് സംഘർഷം വർദ്ധിപ്പിച്ചു. ചില സമയത്ത് ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ തടസ്സപ്പെടുത്തുമ്പോൾ എന്ത് കൂടുതൽ ഉണ്ടാവാൻ കാരണമായി എന്നാണ് പറയുന്നത്? പലതരത്തിലുള്ള സംഘർഷങ്ങൾക്ക് അത് കാരണമായി. ടെൻഷൻ വെയർ ഓഫ്റ്റൻ ക്രിയേറ്റഡ് ഡ്യൂറിങ് റിലീജിയസ് ഫെസ്റ്റിവൽ ആൻഡ് പ്രൊഫഷൻ. മതപരമായിട്ടുള്ള ഉത്സവങ്ങളും ഘോഷയാത്രകളും തടസ്സപ്പെടുത്തുമ്പോൾ അത് സംഘർഷത്തിന് വഴിവെച്ചു. A major peak occurred in 1946 Calcutta during Direct Action Day. 1946 കൽക്കത്തയിലെ ഡയറക്റ്റ് ആക്ഷൻ ഡേ സമയത്ത് കലാപം ഏറ്റവും ശക്തിപ്പെട്ടു. അങ്ങനെ വയലൻസ് ഡിക്രീസ്ഡ് ടെമ്പററിലി ആഫ്റ്റർ മഹാത്മാഗാന്ധി അസാസിനേഷൻ. അങ്ങനെ മഹാത്മാഗാന്ധിയുടെ വധത്തിന് ശേഷം കുറച്ചു കാലം കലാപങ്ങൾ അവിടെ അവസാനിച്ചിരുന്നു. മഹാത്മാഗാന്ധിയുടെ മരണത്തോടുകൂടി കലാപം പെട്ടെന്നൊന്ന് നിർത്തിവെച്ചിരുന്നു. എങ്കിലും ഇന്ത്യയിൽ എന്ത് കണ്ടിന്യൂ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്? സാമുദായികപരമായിട്ടുള്ള ഇഷ്യൂസുകൾ നിലനിന്നിരുന്നു. ആഫ്റ്റർ ജവഹർലാൽ നെഹ്റു ഡെത്ത് ഇൻ 1954, 1964 ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണത്തോടെ worsening economic condition, communal violence rose again. സാമ്പത്തിക പ്രശ്നങ്ങൾ വർദ്ധിച്ചതോടെ വീണ്ടും സാമുദായിക കലാപങ്ങൾ വർദ്ധിച്ചു. അപ്പോൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രധാന ഇഷ്യൂ ആണ് എന്ത്? കമ്മ്യൂണൽ ഡിവൈഡ്, സാമുദായിക വിഭജനം, അതേപോലെ തന്നെ കമ്മ്യൂണൽ കോൺഫ്ലിക്റ്റ് ഒക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള സാമുദായിക വിഭജനങ്ങളും സാമുദായിക സംഘർഷങ്ങളൊക്കെ ഒരു പരമാവധി ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് എല്ലാവരും ഒരുമയോടുകൂടി എല്ലാവരും ഈക്വാലിറ്റി ആൻഡ് യൂണിറ്റി, ഒരുമയും ഐക്യവും നിലനിർത്തുമ്പോഴാണ് നമ്മുടെ രാജ്യം വളരുകയുള്ളൂ. അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം എന്ത് തകരുകയുള്ളൂ. അത് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വഴി വെക്കില്ല, രാജ്യം വളരില്ല, രാജ്യം വീണ്ടും പിന്നോട്ട് പോവുകയുള്ളൂ. അപ്പം ഇത്തരത്തിലുള്ള കമ്മ്യൂണൽ ഡിവൈഡ് നമ്മുടെ സമൂഹത്തിൽ ആവശ്യമില്ല. ഇതുകൊണ്ടുള്ള ദോഷഫലങ്ങളാണ് നമ്മൾ ഇത്രയും മനസ്സിലാക്കിയത് കേട്ടോ. അപ്പോൾ കമ്മ്യൂണൽ ഡിവൈഡ് എന്ന് പറഞ്ഞാൽ സാമുദായികപരമായിട്ടുള്ള സംഘർഷങ്ങളെയാണ് എന്ത് പറയുന്നത്? കമ്മ്യൂണൽ ഡിവൈഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് റീസെന്റ് കമ്മ്യൂണൽ റൈറ്റും റീസൺ ഫോർ കമ്മ്യൂണൽ റൈറ്റും എന്താ എന്ന് നോക്കാം. പിന്നെ നമുക്കിതിൽ നോക്കാനുള്ളത് ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകളുമാണ്. അത്രയും എടുത്തു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആകും കേട്ടോ. ഓക്കെ, ഹായ് സ്റ്റുഡൻസ്. അപ്പം നമ്മൾ
അടുത്തതായിട്ട് എടുക്കാനുള്ളത് റീസെന്റ് കമ്മ്യൂണൽ റൈറ്റ്സ് ആണ്. അതായത് അടുത്ത കാല സാമുദായിക കലാപങ്ങൾ. കമ്മ്യൂണൽ റൈറ്റ്സ് പറഞ്ഞാൽ സാമുദായിക കലാപം. റീസെന്റ് കമ്മ്യൂണൽ റൈറ്റ് പറഞ്ഞാൽ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള സാമുദായിക കലാപങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കഷൻ നടത്തുന്നത്. അതിൽ ലാർജ് സ്കെയിൽ റൈറ്റ് ഒക്കേർഡ് ഇൻ ദ 1915-1970 ഇൻ സിറ്റീസ് ലൈക്ക് അഹമ്മദാബാദ്, ബറോഡ, റാഞ്ചി ആൻഡ് ജംഷഡ്പൂർ. 1960-70 കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈ കമ്മ്യൂണൽ റൈറ്റ് നടന്നത് എവിടൊക്കെയാണ്? അഹമ്മദാബാദിലും ബറോഡയിലും റാഞ്ചിയിലും ജംഷഡ്പൂരിലുമായിരുന്നു. അപ്പോൾ 1950-70 കാലഘട്ടത്തിലെ കമ്മ്യൂണൽ റൈറ്റ് നടന്നത് അഹമ്മദാബാദ്, ബറോഡ, റാഞ്ചി ആൻഡ് ജംഷഡ്പൂർ. ദ 1959 അഹമ്മദാബാദ് റൈറ്റ് വാസ് എ മേജർ കമ്മ്യൂണൽ ക്ലാഷ്. 1969 അഹമ്മദാബാദ് കലാപം പ്രധാന ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ കമ്മ്യൂണൽ റൈറ്റ് ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് നടന്ന കമ്മ്യൂണൽ റൈറ്റ് എന്ന് പറയുന്നത് അഹമ്മദാബാദിൽ ഉണ്ടായിട്ടുള്ള 1969 അഹമ്മദാബാദ് റൈറ്റ് കമ്മ്യൂണൽ റൈറ്റ് ക്ലാഷ് വളരെയധികം ഒരു വലിയൊരു ഇഷ്യൂ ആയിരുന്നു. മേജർ കമ്മ്യൂണൽ ക്ലാഷ് ആയിരുന്നു. കോസസ് ഇൻക്ലൂഡ് ഇൻസൾട്ട് ടു ഹോളി സ്ക്രിപ്റ്റേഴ്സ് ആൻഡ് സേക്രഡ് കൗ ത്രൂ റൈറ്റ് വെയർ ഓഫ്റ്റൻ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ്. വിശുദ്ധ ഗ്രന്ഥങ്ങളെയും അതേപോലെ വിശുദ്ധ കൗ, സേക്രഡ് കൗ എന്ന് പറഞ്ഞാല് പശുക്കളെയും അപമാനിച്ചതാണ് കാരണം എന്ന് പറഞ്ഞെങ്കിലും ഈ ഒരു അഹമ്മദാബാദ് റൈറ്റിന്റെ കാരണം സേക്രഡ് ഹോളി സ്ക്രിപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥങ്ങളെയും അതേപോലെ തന്നെ സേക്രഡ് കൗ പശുക്കളെ വിശുദ്ധമായിട്ടാണ് കാണുന്നത് അല്ലേ. അപ്പൊ ആ പശുക്കളെയും ആക്രമിച്ചതാണ് ഈ ഒരു റൈറ്റിന് കാരണമെന്ന് പറയുന്നുണ്ടെങ്കിലും അതൊരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിരുന്നു, ഒരു രാഷ്ട്രീയ പ്രേരിതമായതുകൊണ്ടാണ് ആ ഒരു റൈറ്റ് ഉണ്ടാവാനുള്ള കാരണം. 1969 അഹമ്മദാബാദിൽ ഉണ്ടായിട്ടുള്ള കമ്മ്യൂണൽ ക്ലാഷ്. ആൻഡ് ദെൻ കമ്മ്യൂണൽ വയലൻസ് ഈസ് ഫ്രീക്വൻറ്റ്ലി സപ്പോർട്ടഡ് ബൈ റിലീജിയസ് ആർഗ്യുമെന്റ് ആൻഡ് പൊളിറ്റിക്കൽ ബാക്കിംഗ്. അതേപോലെ തന്നെ ഈ ഒരു കമ്മ്യൂണൽ വയലൻസ് എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള വാദങ്ങളുടെയും പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായിട്ടുള്ള പിന്തുണയും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ കമ്മ്യൂണൽ വയലൻസിന് എന്തൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? റിലീജിയസ് ആർഗ്യുമെന്റ്സും പൊളിറ്റിക്കൽ ബാക്കിങ്ങും ഏതിനും സപ്പോർട്ടാണ് എന്നാ പറയുന്നത്? കമ്മ്യൂണൽ വയലൻസിനും സപ്പോർട്ടാണ്. രാഷ്ട്രീയ കാരണങ്ങളും മതപരമായ വാദങ്ങളും കമ്മ്യൂണൽ വയലൻസിന് കാരണമാകുന്നുണ്ട്. ആൻഡ് ദെൻ റിലീജിയൻ ഇറ്റ്സെൽഫ് ഡസ് നോട്ട് പ്രൊമോട്ട് ഹേറ്റഡ്. ഈ യഥാർത്ഥത്തിൽ മതം ഒരു വൈരാഗ്യം സൃഷ്ടിക്കുന്ന ഒന്നല്ല. പക്ഷേ ഈ കമ്മ്യൂണൽ റൈറ്റിന്റെ ഭാഗമായിട്ട് റിലീജിയൻ എന്തായി മാറുകയാണ്? മതപരമായിട്ടുള്ള പല ഇഷ്യൂസുകളും കമ്മ്യൂണൽ വയലൻസിനും കാരണമാവുകയാണ് ചെയ്യുന്നത്. ഇനി എക്സാമ്പിൾ നോക്കാം. ആന്റി സിഖ് റൈറ്റ് ഡൽഹിയിൽ 1984, ഗുജറാത്ത് റൈറ്റ് 2002, അതേപോലെ തന്നെ മുസാഫർ നഗർ കലാപം 2013, ഡൽഹി റൈറ്റ് 2020, 2020 ഡൽഹി റൈറ്റ്. ഇതൊക്കെ നമുക്ക് കമ്മ്യൂണൽ റൈറ്റിന് എക്സാമ്പിളായിട്ട് ഇപ്പം അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള കമ്മ്യൂണൽ റൈറ്റിന് എക്സാമ്പിളായിട്ട് പറയാട്ടോ. അടുത്തതാണ് നമുക്ക് എടുക്കാനുള്ളത് റീസൺ ഫോർ കമ്മ്യൂണൽ റൈറ്റ്. അതായത് ഈ ഒരു കമ്മ്യൂണൽ റൈറ്റിന്റെ കാരണങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മൾ നോക്കുന്നത്. റീസൺ ഫോർ കമ്മ്യൂണൽ റൈറ്റ്. പ്രധാനമായും കമ്മ്യൂണൽ റൈറ്റ് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഇൻ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ക്ലാസ് കോൺഫ്ലിക്റ്റ് സംടൈം ടേൺസ് ഇൻ ടു കമ്മ്യൂണൽ കോൺഫ്ലിക്റ്റ്. അതായത് ഇൻ അണ്ടർ ഡെവലപ്ഡ് കൺട്രി ക്ലാസ് കോൺഫ്ലിക്റ്റ് സംടൈം ടേൺ ഇൻ ടു കമ്മ്യൂണൽ കോൺഫ്ലിക്റ്റ്. വർഗ സംഘർഷങ്ങളാണ് ഒരു അണ്ടർ ഡെവലപ്ഡ് രാജ്യത്തെ കമ്മ്യൂണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ ഇന്ത്യയെ പോലുള്ള ഒരു അണ്ടർ ഡെവലപ്ഡ് കൺട്രിയിലെ
ക്ലാസ് കോൺഫ്ലിക്റ്റ് ആണ് എന്തിലേക്ക് വഴിവെക്കുന്നത്? കമ്മ്യൂണൽ കോൺഫ്ലിക്റ്റ്, വർഗ സംഘർഷമാണ് സാമുദായിക സംഘർഷത്തിന് കാരണമായത് എന്നാണ് പറയുന്നത്. The middle and backward class gaining power may create economic competition leading to riot. മധ്യവർഗവും പിന്നോക്കവർഗവും ശക്തി നേടുമ്പോൾ സാമ്പത്തിക മത്സര കലാപങ്ങൾക്കും അത് കാരണമാകാം. മിഡിൽ ആൻഡ് ബാക്ക്വേർഡ് ക്ലാസ്സുകൾ പവർ നേടുമ്പോൾ, ശക്തി നേടിയപ്പോൾ അത് എന്തിനേക്കും വഴിവെച്ചു? സാമ്പത്തികപരമായ മത്സരത്തിലൂടെ ഉണ്ടാകുന്ന റൈറ്റുകൾക്കും കലാപങ്ങൾക്കും കാരണമായി. And then next point, economic conflict can trigger riots. അതുകൊണ്ട് തന്നെ സാമ്പത്തിക തർക്കങ്ങൾ കലാപങ്ങൾക്ക് കാരണമാകാം. സാമ്പത്തികപരമായിട്ടുള്ള പല കോൺഫ്ലിക്റ്റുകളും റയറ്റിന് കാരണമാകാം. അതിന് ഉദാഹരണമാണ് ബീഹാർ ഷെരീഫ്, ഭിവാണ്ടി ഒക്കെ. And then next point, electoral politics often influence the direction and purpose of communal violence. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും പലപ്പോഴും എന്തിന് കാരണമാകാം? ഈ കമ്മ്യൂണൽ വയലൻസിന് കാരണമാകാറുണ്ട്. ഇലക്ടറൽ പൊളിറ്റിക്സ് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും ചില സാഹചര്യങ്ങളിൽ സാമുദായിക വയലൻസിന് കാരണമാകാറുണ്ട്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ഇൻ എ ഡെവലപ്പിംഗ് സൊസൈറ്റി ക്യാൻ ഇൻറ്റൻസിഫൈ കമ്മ്യൂണൽ ടെൻഷൻ. അതേപോലെ തന്നെ വികസനത്തിലിരിക്കുന്ന സമൂഹത്തിൽ സാമ്പത്തിക രാഷ്ട്രീയ മത്സരം സാമുദായിക സംഘർഷം വർദ്ധിപ്പിക്കും. അപ്പോൾ ഒരു വികസനത്തിലിരിക്കുന്ന സമൂഹത്തിൽ എക്കണോമിക്കലായിട്ടും പൊളിറ്റിക്കലായിട്ടുണ്ടാകുന്ന കോമ്പറ്റീഷനും എന്തിന് കാരണമാകുന്ന പറയുന്നത്? കമ്മ്യൂണൽ ടെൻഷന് കാരണമാകുന്നു. And then last point, some riots are caused by behind the scenes political manipulation. ചിലപ്പോൾ രാഷ്ട്രീയ കുതന്ത്രങ്ങളും കലാപത്തിന് വഴിവെക്കാം. രാഷ്ട്രീയ പൊളിറ്റിക്കലായിട്ടുണ്ടാകുന്ന മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ അരാജകത്വം എന്നൊക്കെ പറയും, രാഷ്ട്രീയ കുതന്ത്രങ്ങൾ എന്നൊക്കെ പറയും. രാഷ്ട്രീയ പ്രശ്നങ്ങളും പല രീതിയിൽ റയറ്റ് സംഘർഷത്തിലേക്കോ അഥവാ കലാപങ്ങൾക്കും വഴിവെക്കാം. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ കമ്മ്യൂണൽ റൈറ്റ്സിന് കാരണമായ കാര്യങ്ങളായിട്ടിവിടെ റീസൺ ഫോർ കമ്മ്യൂണൽ റൈറ്റ്സ് ആയിട്ട് പറയുന്നത്. ഇനി നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത് ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകളാണ്. ഗാന്ധിജിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് വിശദീകരിച്ച് തന്നതാണ്. എങ്കിലും ഈ സാമുദായിക വിഭജനത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ കാഴ്ചപ്പാട് എന്താ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഹായ് സ്റ്റുഡൻസ്. അപ്പം നമ്മൾ ഈ യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള ഗാന്ധിജിയൻ വ്യൂവിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ ഗാന്ധിജീസ് വ്യൂ എന്ന് പറയുമ്പോൾ ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകൾ, ഈ കമ്മ്യൂണലിസത്തിനെതിരായിട്ട് ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ ഡിസ്കഷൻ ചെയ്യുന്നത്. നമുക്കറിയാം കമ്മ്യൂണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാമുദായികവാദമാണ്. അതിൻ്റെ ഫലമായിട്ട് രാജ്യത്ത് പല രീതിയിലുള്ള വയലൻസും കോൺഫ്ലിക്റ്റും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അത് എത്രത്തോളം ഈ ഒരു സാമുദായികവാദം സൊസൈറ്റിയിൽ നിന്നും റിമൂവ് ചെയ്യാൻ സാധിക്കും അതിനെക്കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ രാജ്യം എങ്ങനെ നിലകൊള്ളണം എന്നതിനെക്കുറിച്ചും ഗാന്ധിജിക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ് ഇവിടെ പറയുന്നത്, ഗാന്ധിജീസ് വ്യൂ. അപ്പോൾ ഈ പറയുന്ന ഇതൊക്കെ ഇതിൽ ഗാന്ധിജിയുടെ വ്യൂവിൽ വരുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഗാന്ധിജിയുടെ കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ മഹാത്മാഗാന്ധി ബിലീവ്ഡ് ദ നാഷൻ ഷുഡ് ഇൻക്ലൂഡ് ഹിന്ദുസ്, മുസ്ലിം ആൻഡ് അതർ കമ്മ്യൂണിറ്റി. ഗാന്ധിയുടെ അഭിപ്രായത്തിൽ, മഹാത്മാഗാന്ധിയുടെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നത്, അതായത് നമ്മുടെ രാജ്യം രൂപപ്പെടുമ്പോൾ അവിടെ ഹിന്ദുവും മുസ്ലിമും എല്ലാവരും ഉൾക്കൊള്ളണം എന്നായിരുന്നു. മഹാത്മാഗാന്ധി ബിലീവ്ഡ് ദ നാഷൻ ഷുഡ്, അതായത് നമ്മുടെ രാജ്യത്തിന് രൂപം കൊടുക്കുമ്പോൾ അവിടെ ആരൊക്കെ വേണമെന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്? ഹിന്ദുസ്, മുസ്ലിം ആൻഡ് അതർ കമ്മ്യൂണിറ്റി. ഹിന്ദു, മുസ്ലിം, മറ്റു അതർ കമ്മ്യൂണിറ്റികളെ എല്ലാം രാജ്യം ഉൾപ്പെടുത്തണമെന്നാണ് ഗാന്ധിജി വിശ്വസിച്ചിരുന്നത്. He used religious symbol to create national identity and political unity. മതപരമായിട്ടുള്ള സിംബലുകൾ അഥവാ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് നാഷണൽ യൂണിറ്റി, ദേശീയ ഐക്യവും അതേപോലെ രാഷ്ട്രീയപരമായ യൂണിറ്റിയും സൃഷ്ടിക്കാൻ അദ്ദേഹം ശ്രമിച്ചു.
അപ്പം മതപരമായിട്ടുള്ള അവർക്ക് ഓരോ മതത്തിനും അവരുടേതായിട്ടുള്ള സിംബലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ദേശീയ ഐഡൻറ്റിറ്റിയും പൊളിറ്റിക്കൽ യൂണിറ്റിയും നിലനിർത്താൻ അദ്ദേഹം ശ്രമിച്ചു. ഹിസ് ഐഡിയ ട്രൈഡ് ടു മൊബിലൈസ് പീപ്പിൾ ഫോർ ദ ഫ്രീഡം മൂവ്മെൻറ്റ്. മാത്രമല്ല ഇത് സ്വാതന്ത്ര്യ സമരത്തിൽ ജനങ്ങളെ ഏകോപിപ്പിക്കാനും സഹായിച്ചു. ഈ ഒരു ഐഡിയ ഫ്രീഡം മൂവ്മെൻറ്റിൽ ജനങ്ങളെ മൊബിലൈസ് ചെയ്യുന്നതിനും സഹായകരമായി. ബട്ട് യൂസിങ് റിലീജിയൻ ഇൻ പൊളിറ്റിക്സ് സംടൈം ഇൻക്രീസ്ഡ് ഡിവിഷൻ ബിറ്റ്വീൻ കമ്മ്യൂണിറ്റി. എന്നാൽ രാഷ്ട്രീയത്തിൽ മതം ഉപയോഗിച്ചപ്പോൾ അത് സമുദായങ്ങൾ തമ്മിൽ ഭിന്നത വർദ്ധിപ്പിച്ചു. അപ്പോൾ രാഷ്ട്രീയത്തിൽ റിലീജിയൻ കടന്നു വരുമ്പോഴാണ് അത് കമ്മ്യൂണിറ്റിയിൽ വിഭജനം ഉണ്ടാകാൻ കാരണമാകുന്നത്. രാഷ്ട്രീയത്തിൽ പല മതങ്ങളും കടന്നു വരുന്നതോടുകൂടി അത് സമൂഹത്തിൽ അഥവാ കമ്മ്യൂണിറ്റിയിൽ വിഭജനം സൃഷ്ടിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തതായിട്ടാണ് റാഡിക്കൽ സോഷ്യലിസ്റ്റ് തിയറി. റാഡിക്കൽ സോഷ്യലിസ്റ്റ് തിയറി എന്ന് പറയുമ്പോൾ സപ്പോർട്ടഡ് സെക്യുലർ പൊളിറ്റിക്സ് ആൻഡ് ദ ഡ്രീം ഓഫ് പുവർ മാസസ്. മതനിരപേക്ഷത രാഷ്ട്രീയത്തെ പിന്തുണച്ചു. സെക്യുലർ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യ ഒരു സെക്യുലർ കൺട്രിയാണ് അല്ലേ? എല്ലാ മതങ്ങൾക്കും ഈക്വലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത് എന്തിന് കാരണമായി എന്നാണ് പറയുന്നത്? മതനിരപേക്ഷത രാഷ്ട്രീയത്തെ പിന്തുണച്ചു. മാത്രമല്ല അത് പാവപ്പെട്ട ജനങ്ങളുടെ ആഗ്രഹത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്തു. ആൻഡ് ദ ഡ്രീം ഓഫ് പുവർ മാസസ്. പുവർ മാസസ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ജനങ്ങളുടെ ആഗ്രഹത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്തു. Said religion should remain private, not part of politics. മതം എപ്പോഴും വ്യക്തിപരമായ ഒരു കാര്യമാകണം, അതൊരിക്കലും രാഷ്ട്രീയമാകരുത്. ഫോക്കസ്ഡ് ഓൺ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. അതുകൊണ്ട് തന്നെ സമ്പത്ത് എങ്ങനെ വിതരണം ചെയ്യണം എന്നാണ് പറയുന്നത്? റീഡിസ്ട്രിബ്യൂഷൻ, എല്ലാവരിലേക്കുമായിട്ട് വിതരണം ചെയ്യണം. സാമൂഹിക നീതി പുലർത്തണം. എന്തിലേക്കായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്? സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതിയിലേക്ക്. അതുകൊണ്ട് വെൽത്ത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എല്ലാവർക്കും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. However, this theory did not last long and lost influence. എന്നാൽ ഈ സിദ്ധാന്തത്തിനൊന്നും ദീർഘകാലം നിലനിൽക്കാൻ സാധിച്ചില്ല. And then reason for popularity of Gandhian secular nationalism. ഗാന്ധിജിയുടെ മതനിരപേക്ഷതയും ദേശീയതയും ജനങ്ങൾക്ക് വളരെയധികം പോപ്പുലാരിറ്റി സൃഷ്ടിക്കാൻ കാരണമായത് എന്താ എന്നാണ് നമ്മൾ പറയുന്നത്. റീസൺ ഫോർ പോപ്പുലാരിറ്റി ഓഫ് ഗാന്ധിയൻ സെക്യുലർ നാഷണാലിസം. ഗാന്ധിജിയുടെ മതനിരപേക്ഷതയും അതേപോലെ തന്നെ പിന്നെന്താണ്? ഗാന്ധിജിയുടെ മതനിരപേക്ഷതയും അതേപോലെ തന്നെ നാഷണാലിസവും വളരെയധികം പോപ്പുലറൈസ്ഡ് ആവാനുള്ള കാരണം എന്താ എന്നാണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ ഈ മതനിരപേക്ഷതയായാലും അതേ ദേശീയത ആയാലും വളരെയധികം പോപ്പുലറൈസ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് പ്രധാനമായും 2 കാരണങ്ങളാണ്. ഫസ്റ്റ് വൺ, സ്ട്രോങ് റിലീജിയസ് ഫീലിംഗ് അമംഗ് ഡിഫറൻറ്റ് കമ്മ്യൂണിറ്റി ഹെൽപ്ഡ് മൊബിലൈസ് പീപ്പിൾ. അതായത് വിവിധ സമൂഹങ്ങൾ ശക്തമായ മതവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് ജനങ്ങളെ എളുപ്പത്തിൽ ഏകോപിപ്പിക്കാൻ സാധിച്ചു. സ്ട്രോങ് റിലീജിയസ് ഫീലിംഗ് അമംഗ് ഡിഫറൻറ്റ് കമ്മ്യൂണിറ്റി ഹെൽപ്ഡ് മൊബിലൈസ് പീപ്പിൾ. ആൻഡ് സെക്കൻഡ് വൺ, it aimed to help the poor while not completely opposing the rich and powerful classes. മാത്രമല്ല അത് പാവപ്പെട്ടവരെ ഉയർത്താൻ ശ്രമിച്ചെങ്കിലും സമ്പന്നരുടെയും വ്യവസായികളുടെയും ശക്തിയെ പൂർണ്ണമായി എതിർത്തില്ല. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ഗാന്ധിജിയുടെ ഈ ഒരു സെക്യുലാരിസവും നാഷണാലിസവും പോപ്പുലറൈസ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് വിവിധ ജനങ്ങളെ മൊബിലൈസ് ചെയ്യാൻ സഹായിച്ചു. അതേപോലെ തന്നെ പുവർ പീപ്പിൾസിനെ aimed to help the poor while not completely opposing the rich and powerful class. പാവപ്പെട്ടവരെ ഉയർത്താൻ ശ്രമിച്ചെങ്കിലും അത് വ്യവസായികളെയും സമ്പന്നരെയും എതിർത്തിരുന്നില്ല. ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇത് പോപ്പുലറൈസർ ആവാനുള്ള കാരണം. ആൻഡ് നെഹ്റു ഐഡിയ ഓൺ സെക്യുലറിസം. നെഹ്റുവിൻ്റെ മതനിരപേക്ഷത. ജവഹർലാൽ നെഹ്റു said secularism does not mean opposing religion
അതെ, നെഹ്റുവിൻ്റെ അഭിപ്രായത്തിൽ മതനിരപേക്ഷത എന്നത് മതത്തിനെതിരെ നിൽക്കുന്നതല്ല. അപ്പോൾ മതനിരപേക്ഷത എന്ന് പറയുന്നത് ഒരിക്കലും മതത്തിനെതിരല്ല. എല്ലാ മതങ്ങളും എല്ലാ റിലീജിയനെയും ഈക്വലായി കാണണമെന്നാണ് നെഹ്റുവിൻ്റെ ഒപ്പീനിയൻ. The state should respect all religion, equality and give an equal opportunity. സർക്കാർ എല്ലാ മതങ്ങളെയും ഒരുപോലെ മാനിക്കുകയും അവർക്ക് തുല്യമായ അവസരങ്ങൾ നൽകുകയും വേണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ഗാന്ധിജിയുടെ വ്യൂവും റാഡിക്കൽ സോഷ്യലിസ്റ്റ് തിയറിയും അതേപോലെ തന്നെ ഈ ഒരു ടോപ്പിക്കും ഇതെന്തായാലും ഗാന്ധിജി വ്യൂ ചോദിച്ചു കഴിഞ്ഞാൽ ഇതും കൂടി നിങ്ങൾ വെച്ചെഴുതണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കഷൻ നടത്താനുണ്ടായിരുന്നത്. അടുത്തതായിട്ട് നമുക്ക് എടുക്കാനുള്ളത് സെക്യുലറിസത്തെ കുറിച്ചാണ്. സെക്യുലറിസം എന്താ എന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അതിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുത്തു പോയാൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാം കേട്ടോ. ഓക്കെ.